24 സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിതത്തെ കാണുന്നതിന് പകരം ഒരു വ്യക്തി എന്ന നിലയിൽ പരിമിതികൾക്ക് പുറത്തേക്ക് കടന്ന് സമൂഹത്തിനായി എന്ത് ചെയ്യാനാവുമെന്നത് ജീവിതത്തിലൂടെ തെളിയിച്ചൊരു വ്യക്തിയാണ് ഇന്ന് 24 സ്ത്രീയിൽ അതിഥിയായി ചേരുന്നത് മറിയാമ്മ ബാബു. മറിയാമ്മ ബാബു സാമൂഹിക പ്രവർത്തകയാണ്, ഒപ്പം കോഴിക്കോട്ട് ആംബുലൻസ് ഡ്രൈവറായുമായാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഗതം ശ്രീമതി മറിയാമ്മ ബാബു 24 സ്ത്രീയിലേക്ക്. വളരെ സന്തോഷമുണ്ട് ഇന്ന് താങ്കളെപ്പോലെ ഒരാളെ അതിഥിയായി കിട്ടിയതിന്. കാരണം നമുക്കറിയാം, നമ്മുടെ നിരത്തുകളിൽ ആംബുലൻസ് പായുന്നത് കണ്ട് പേടിയോടെ നിൽക്കുന്നവരാണ് നമ്മൾ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും, അതറിയാമല്ലോ. അങ്ങനെ മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്നൊരിടത്താണ് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാനായി ആ ആംബുലൻസിൻ്റെ വളയം പിടിക്കാനായി ഒരു സ്ത്രീ ഇറങ്ങുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് അങ്ങനെ ഒരു ചുമതലയിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു ആംബുലൻസിൻ്റെ വളയം പിടിക്കാനായി മറിയാമ്മ എന്ന സ്ത്രീ നിയോഗിക്കപ്പെടുന്നത്? ഞാൻ തിരുവമ്പാടി പഞ്ചായത്തിലെ ലിസ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് പാലിയേറ്റീവ് ടീം ഉണ്ട്. ആ ടീമിൻ്റെ ഒരു വളണ്ടിയറായി ഒരു 10 വർഷത്തോളമായി ജോലി ചെയ്യുന്ന. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഹോം കെയറിന് കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി അവർക്ക് പരിചരണം കൊടുക്കുന്ന വളണ്ടിയറായിട്ടാണ് ഞാൻ അവരുടെ കൂടെ വളണ്ടിയറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ആംബുലൻസ് ഓടിക്കുന്നതിന് വേണ്ടി ഡ്രൈവർമാരെ തികയാതെ വന്നപ്പോൾ അങ്ങ് എനിക്ക് ഓടിക്കാനൊരു അവസരം കിട്ടി. അത് ഒരു അവസരമായി ഞാൻ എടുത്തു. അപ്പോൾ അത് സ്ത്രീയെ സംബന്ധിച്ച് അതൊരു അഭിമാനകരമായിട്ടുള്ള ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നി. ഒപ്പം പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു മേഖല, ഒരു ആംബുലൻസ് ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ഗുണങ്ങൾ ഒരു പുരുഷൻ്റേതാണെന്നാണ് നമ്മൾ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് വേറെ ഗുണങ്ങൾ, പുരുഷന്മാർക്ക് വേറെ ഗുണങ്ങൾ എന്ന ഒരു ധാരണയാണ് സമൂഹത്തിലുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ആംബുലൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, സ്പീഡിൽ ഓടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഒപ്പം നിരത്തുകളെ പറ്റി ബോധ്യം ഉണ്ടായിരിക്കണം, റോഡിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കണം. റിസ്ക് എടുക്കുന്ന ഒരു ജോലിയാണ്. നമ്മൾക്കിപ്പോൾ അവിടെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരിക, രോഗി പെട്ടെന്ന് അസ്വസ്ഥതപ്പെടുന്നു, അവിടെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാനൊരു സമയമില്ല. സ്വന്തം ഡ്രൈവർ സ്വന്തം തീരുമാനം എടുക്കണം. അപ്പോൾ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു റോഡ് ബ്ലോക്കായാൽ ട്രാഫിക് ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനമെടുക്കുന്നത് സ്ത്രീകൾ എന്ന നിലയിൽ സ്ത്രീകൾക്കത് ചെയ്യേണ്ടതില്ല, സ്ത്രീകൾ ആ മേഖലയിലേക്ക് വരേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു ധാരണയിലൂടെയാണ് നമ്മുടെ സമൂഹം ഏറെ നാളെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നതിന്, സ്ത്രീകൾക്ക് നമ്മുടെ നിലവിലുള്ള അലിഖിത നിയമങ്ങൾ പൊളിച്ചെഴുതുന്നതിന് ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക ജോലികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പാലിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ, പുരുഷന്മാർ പാലിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ എന്നൊരു വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ വളരെ കാലമായി പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിലൊരു മാറ്റം എന്ന രീതിയിലാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് മുന്നോട്ട് വരുന്നതിനും വ്യക്തി എന്ന നിലയിൽ സ്ത്രീക്കും പുരുഷനും ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്ത്രീ ഗുണങ്ങൾ പുരുഷ ഗുണങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ വ്യക്തി ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അവസരത്തിനനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം നിർണയിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നിറവേറ്റുക എന്നതാണ് ഒരു വ്യക്തിയുടെ ഒരു ജീവിത സാഫല്യം. അപ്പോൾ എനിക്കൊരു അവസരമായിട്ട് കാണാൻ സാധിച്ചു. ഒപ്പം സമൂഹത്തിൽ നന്മ ചെയ്യുക. ഞാൻ ബേസിക്കലി ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ എനിക്ക് കേരളത്തിന് പുറത്ത് പഠിച്ച ഒരു അനുഭവം, അവിടെ ജോലി ചെയ്ത അനുഭവം, അതൊക്കെ കൂടുതൽ എന്നിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത്തരം പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ അത് മറ്റു സ്ത്രീകൾക്കൊരു മാതൃകയും കൂടാതെ ഒപ്പം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ സാധിക്കും. സ്ത്രീകൾ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യം ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സേവന രംഗത്തേക്ക് വരുന്നത്. ഒരുപാട് കിടപ്പ് രോഗികളെ പോയി കാണുന്നു, അവർക്ക് ആശ്വാസം നൽകുന്നു, അവർക്ക് വേണ്ട ചികിത്സ എല്ലാം ചെയ്തു കൊടുക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരുപക്ഷെ പല പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ സമയത്ത് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം, അങ്ങനെ ഈ മേഖലയിലൊരു പ്രവർത്തനമാണോ ശരിക്ക് ആംബുലൻസ് ഡ്രൈവർ ആയി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നത്?
എനിക്ക് ചെറുപ്പം മുതലേ എന്നെ എൻ്റെ വീട്ടിൽ വളർത്തിയ ഒരു രീതി ആൺകുട്ടി പെൺകുട്ടി ഒന്നും വേർതിരിവില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു പരിഗണന എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നീ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് എന്നൊരു വേർതിരിവ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് ഒരു വ്യക്തിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. അപ്പം എല്ലാ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പണം കൈകാര്യം ചെയ്യുക, യാത്ര ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. എന്നെങ്കിൽ ഞങ്ങൾ 3 മക്കൾ, ഞങ്ങൾ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. 3 മക്കളും ഒരേപോലെ ഇടപെടുത്താൻ അവർക്ക് മാതാപിതാക്കൾ ഞങ്ങൾക്ക് അവസരം തന്നിരുന്നു. അത് ഒരുപക്ഷെ അതായിരിക്കാം ഒരു ഘടകം. ഒപ്പം ചെറുപ്പം മുതൽ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, നമ്മുടെ മിഷൻ ലീഗ് പോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അതും ഒരു ഘടകമാണ്. ഒപ്പം എൻ്റെ കേരളത്തിന് പുറത്തുള്ള ഒരു പഠനവും ജോലിയുമൊക്കെ അവിടെ വേർതിരിവില്ലാതെ പെൺകുട്ടിയും ആൺകുട്ടിയും സ്ത്രീയും പുരുഷനും ഒരു സ്ത്രീ പുരുഷൻ എന്ന വേർതിരിവില്ലാതെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഒപ്പം ഞങ്ങളുടെ കോളേജ് പഠനം, ഞാൻ MSW കഴിഞ്ഞൊരു വ്യക്തിയാണ്. കോളേജ് പഠനത്തിൽ ഞങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരുന്നു. നമുക്ക് പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളുണ്ടാവും, തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ കാര്യങ്ങളും നമുക്കുണ്ടാവും. ഫീൽഡിൽ പോയി ജോലി ചെയ്യേണ്ട അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെ സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പം അവിടെ നമ്മൾക്കൊരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക. പ്രശ്നമെന്തെന്ന് നമ്മൾ തിരിച്ചറിയുമ്പം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. അത് ഗവൺമെൻറ് തലത്തിലോ പ്രാദേശിക തലത്തിലോ പ്രൊട്ടസ്റ്റ് ആണെങ്കിലും അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. ഈ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുവാൻ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു. അപ്പം അത് പിന്നെ കോളേജ് പഠനത്തിൽ ഞാൻ മറ്റ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ ക്ലബ്ബ്, അവിടെ മംഗലാപുരത്ത് കീർത്തി അഡ്വഞ്ചർ ക്ലബ്ബിലെ അംഗമായിരുന്നു ഞാൻ. അപ്പം റോക്ക് ക്ലൈമ്പിംഗ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് എനിക്ക് സാധിച്ചു. വോളിബോൾ കളിക്കുന്നതിന് സാധിച്ചു. ഇതൊക്കെ എന്നെ ആത്മവിശ്വാസത്തിന് തല ഉയർത്തുകയും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് സ്വയമേ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, കുടുംബത്തെ സംബന്ധിച്ചൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, സമൂഹത്തെ സംബന്ധിച്ചൊരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നൊരു ബോധ്യം ആ വഴിയായിരിക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് എൻ്റെ വീട്ടിലുള്ള എനിക്കുള്ള ട്രെയിനിങ്, ഒപ്പം എൻ്റെ പഠനം, അതൊക്കെ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എനിക്കിങ്ങനെ ആംബുലൻസ് ഓടിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അത് എനിക്ക് വ്യത്യസ്തമായ രീതി എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എനിക്കൊരു അവസരമായി ഞാനതിനെ ഉപയോഗിച്ചു. അതിലേക്കാണ് കാരണം മറ്റൊന്നും പോലെ അല്ലല്ലോ ഒരു ആംബുലൻസിന്റെ സീറ്റിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ വാഹനങ്ങൾ പോകുന്ന വേഗതയിലല്ലല്ലോ, ഒരാളുടെ ജീവന് വേണ്ടിയാണ് ഒരു യാത്ര പോകുന്നത്. അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് അടിയന്തര ഘട്ടങ്ങളിലാണ് ഒരു ആംബുലൻസിന്റെ സഹായം നമുക്ക് വേണ്ടത്. അപ്പോൾ താങ്കൾക്ക് തന്നെ വ്യക്തമായി അറിയാം അമിത വേഗതയിൽ തന്നെ ആയിരിക്കും പോകേണ്ടി വരിക പലപ്പോഴും. കാരണം നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നതേ ഇല്ല. ആ ജീവന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ അതൊരു വളരെ റിസ്ക് നിറഞ്ഞൊരു ജോലി കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചു, ആൺ പെൺ വ്യത്യാസമില്ല, ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്ന്. എങ്കിൽ പോലും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, പുരുഷന്മാർ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് ഡ്രൈവിങ്ങിൽ, എനിക്കതിന് കഴിയും, അങ്ങനെ ഒരാശങ്കയും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ജോലിയിലേക്ക്, അങ്ങനെ ഒരു സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ? ഇല്ല, ഞാൻ ഒരു ഏകദേശം 20 വർഷത്തോളമായി ഡ്രൈവ് ചെയ്യാറുണ്ട്. ഓട്ടോറിക്ഷ, ജീപ്പ്, കാറ് ഒക്കെ ഓടിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമാണ്, വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു നോക്കിയാൽ അതിനെ ഞാനൊന്ന് വിശകലനം ചെയ്ത് നോക്കും. അത് പുരുഷന്മാർ ചെയ്യുന്നതുമായിട്ട് എൻ്റെ പ്രവർത്തനത്തെ ഒരേ കാര്യം തന്നെ പുരുഷന്മാരെങ്ങനെ ചെയ്യുന്നു, സ്ത്രീകൾ എങ്ങനെ ചെയ്യുന്നു, അതിനെ ഞാൻ താരതമ്യം ചെയ്യും. താരതമ്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് താരതമ്യം ചെയ്യും. അപ്പോൾ ഒപ്പം ഞാൻ വിശകലനം എൻ്റെ വ്യക്തിത്വവുമായിട്ട് എൻ്റെ കഴിവുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി ഞാൻ വിശകലനം ചെയ്യും. വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു അനാലിസിസ്, ഇത് പറ്റും, സാധ്യമാണ് എന്ന് എന്നെ സ്വയം ഞാൻ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഒപ്പം കൂടെയുള്ളവരുടെ പ്രോത്സാഹനം, വീട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ മോട്ടിവേഷൻ, അതൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം ആംബുലൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ളൊരു പ്രോത്സാഹനം അവർക്കും ഒരു പ്രചോദനമാണ്. സ്ത്രീകൾ പറയും ഞങ്ങളും ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ നീ ഓടിക്കുന്ന കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്, അവരുടെ ഒരു പ്രോത്സാഹനവും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിലുള്ള കാഴ്ചപ്പാട് എങ്ങനെ മാറ്റണം എന്ന ഒരു
ഒരു ചിന്താഗതിയാണ് ഇത് എന്നെ ഏറ്റെടുക്കാൻ സഹായിച്ച ഒരു ഘടകം. അപ്പോൾ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. നമ്മൾ സ്പീഡിൽ പോകേണ്ടി വരും, ഇടയ്ക്ക് ആളുകൾ ക്രോസ് ചെയ്യും, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനൊക്കെ ഞാൻ പ്രിപ്പയർഡാണ്. കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ തലത്തിൽ ചെയ്യാനും ഇമോഷൻസിനേക്കാൾ കൂടുതൽ ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അതിന് ഈ കാര്യങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഒപ്പം സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം, പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് സ്ത്രീകൾ മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് ബദലുകൾ ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ സ്ത്രീകൾ പറയുന്നത് പഴഞ്ചൊല്ലുകളാണെങ്കിലും സ്ത്രീകളെ ഒതുക്കി നിർത്തുന്ന സമൂഹമാണ് ഇപ്പോഴും. പണ്ട് കാലത്തേക്കാൾ കൂടുതൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ചില പഴഞ്ചൊല്ലുകൾക്ക് പ്രസക്തിയുണ്ട്. കൊഞ്ചം ചാടിയ മുട്ടോളം പിന്നെ ചാടിയാൽ ചട്ടിയിലെന്ന് പറയുന്നത് പോലെ അത് ഇപ്പോഴും പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പ്രസക്തമാണ്. അത്തരം കാര്യങ്ങളെ നമ്മൾ ഇത്തരം നിയമങ്ങളെ, അലിഖിത നിയമങ്ങളെ പൊളിച്ചെഴുതുക എന്നതും കൂടിയാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കേവലം എൻ്റെ കഴിവുകൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക്, സ്ത്രീജനങ്ങൾക്കും സമൂഹത്തിനും ഒരു മെസ്സേജും കൂടി കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് ഇത്തരം കാര്യങ്ങൾ എന്നെക്കൊണ്ട് ഞാൻ ചെയ്യാൻ. ആംബുലൻസ് ഡ്രൈവറായി ഇപ്പോൾ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും എത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്ന് വന്നതാണെങ്കിലും മറിയാമ്മ ബാബു എന്ന ആംബുലൻസ് ഡ്രൈവർ ആ സീറ്റിലുണ്ടെങ്കിൽ അപകടമൊന്നും ഉണ്ടാവില്ലെന്നൊരു ആത്മവിശ്വാസത്തിൽ രോഗികളുമായി പോകാൻ തയ്യാറുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തകൾ ഒരുപാട് കാണാറുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ പല ആശുപത്രികളിലേക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ എത്തിക്കാൻ ആംബുലൻസ് ഡ്രൈവർമാരാണ് പലപ്പോഴും വാർത്തകളിൽ നിറയാറ്. അവരുടെ ഒരു സമയോചിത ഇടപെടൽ, കൃത്യസമയത്ത് രോഗികളെ പലയിടത്തും എത്തിച്ചതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. വലിയൊരു നന്ദി അർഹിക്കുന്ന ജോലി കൂടിയാണ്. കാരണം സ്വന്തം ജീവിതം കൂടി റിസ്ക് ചെയ്തിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അമിത വേഗത്തിൽ പോകുന്നു, സ്വന്തം ജീവിതം അപകടത്തിൽപ്പെടാം, വഴിക്ക് എന്തും ഉണ്ടാവാം. ഓർമ്മയിൽ നിൽക്കുന്ന ഒരനുഭവം, അത് ഒരുപക്ഷെ നല്ലതാവാം, മോശമാവാം, വളരെ ആശങ്കയുണ്ടാക്കിയതാവാം. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാം. ആശുപത്രിയിൽ നിന്ന് ഡെങ്കു പനിയുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അവരെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം അവിടുന്ന് കമൻറ്റുകൾ പറയുന്നുണ്ട്, ഇവർ ഒരുപക്ഷെ ഇപ്പം പെട്ടെന്ന് മരിച്ചു പോയേക്കാം, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു. ഞാനായിരുന്നു ഡ്രൈവറായിട്ട് പോയത്. അപ്പോൾ അത് എന്താ പറയുക, അതൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓക്സിജൻ സിലിണ്ടർ വഴി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗി, ഞങ്ങളുടെ ആംബുലൻസിൽ അന്ന് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് രോഗിയെ കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു സിലിണ്ടർ മാറ്റി നമുക്ക് കൊണ്ടുപോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന യാത്ര മധ്യേ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു 10-20 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും രോഗിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുത്തി ചുമയ്ക്കാൻ തുടങ്ങി. അപ്പം കൂടെ നിന്നവർക്ക് ബൈസ്റ്റാൻഡേഴ്സിന് വേവലാതിയായി. അവർ വെപ്രാളപ്പെട്ടു, വേഗം കൊണ്ടുപോക്കോ, പേടിയാവുന്നു എന്നൊക്കെ അവരുടെ കമൻറ്റുകൾ വന്നപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നോ ആ ഒരു ഇതോടുകൂടി പോയി. പക്ഷേ അവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. ഈ പ്രധാനം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഈ 2 അനുഭവങ്ങളാണ്. പിന്നെ നിപ്പ വൈറസ് പറഞ്ഞ സമയത്ത് ഞാൻ രോഗികളെ കൊണ്ട് പോയിട്ടുണ്ട്. നിപ്പ രോഗികളല്ല, അല്ലാത്ത ആ സമയത്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഈ സ്ത്രീകൾ പൊതുവേ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുമ്പോൾ നമ്മൾ പലരും അങ്ങനെ പറയും, പക്ഷേ അതല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സൈഡ് കൊടുക്കാൻ പോലും പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ആംബുലൻസിൻ ആണ് പുറകിലെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ആംബുലൻസുമായി പൊതുനിരത്തിലിറങ്ങുമ്പോൾ താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആംബുലൻസുമായിട്ട് പോകുമ്പം ബസ് ഡ്രൈവേഴ്സ്, ലോറി ഡ്രൈവേഴ്സ് അവരൊക്കെ നല്ല കോപ്പറേറ്റീവാണ്. നമ്മുടെ സൈറൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ആംബുലൻസ് ആണെന്ന് അറിയുമ്പോൾ തന്നെ അവരൊരു സ്ത്രീ എന്ന അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ സൈഡ് മാന്യമായിട്ട് തന്നെ സൈഡ് തരാറുണ്ട്. പക്ഷേ പ്രൈവറ്റ് വാഹനങ്ങൾ എതിരെ വരുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ആംബുലൻസിനെ കാണുന്നതിനേക്കാൾ ആദ്യം തന്നെ എന്നെ കാണുമ്പോൾ അതൊരു ആംബുലൻസ് അല്ല എന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ടാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ സൈഡ് തരാതിരിക്കാറുണ്ട്.
പിന്നെ എതിരെ വരുമ്പം ചിലപ്പം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഒരു ലേഡിയാണെന്ന് അറിഞ്ഞത് കൊണ്ടാണോ അറിയില്ല, അവരിങ്ങോട്ട് ലൈറ്റ് ഇട്ട് കാണിക്കുക. അതായത് ആംബുലൻസ് അവർക്ക് സൈഡ് കൊടുക്കണം എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒപ്പം ചെറിയ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഞാൻ ആംബുലൻസ് ഡ്രൈവ് ചെയ്ത് പോകുമ്പം അവർ പറയാം, അവരുടെ കമൻറ്റുകളാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. കാരണം അവരുടെ കമൻറ്റ്, അയ്യോ അതൊരു സ്ത്രീ ഓടിക്കുന്നു, ഒരു പെണ്ണ് ഓടിക്കുന്നു, അതായത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല എന്ന ചിന്താഗതി അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നൊരു തോന്നൽ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം വേണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി ആ കൊച്ചു കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന സ്ത്രീകളോടുള്ള ഒരു മനോഭാവം, സ്ത്രീകൾ അബലകളാണ് അല്ലെങ്കിൽ പ്രത്യേക ചട്ടക്കൂട്ടിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പം അതേസമയം പെൺകുട്ടികളും സ്ത്രീകളും ഒരു പോസിറ്റീവായിട്ടുള്ള ഇതോടുകൂടിയാണ്. ചെറിയ കുട്ടികളിൽ നിന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, അവരുടെ കമൻറ്റുകൾ. അപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ സ്ത്രീകൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രംഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ജോലികൾ തന്നെ സ്ത്രീക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ജോലികൾ നിന്ന് തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക ജോലികൾ, പുരുഷന്മാർക്ക് പ്രത്യേക ജോലികൾ, അതായത് സ്ത്രീക്കും അവർക്കുണ്ടായിരിക്കേണ്ട കഴിവുകൾ, പരമ്പരാഗതമായി പറഞ്ഞിട്ടുള്ള കഴിവുകൾക്കനുസരിച്ചുള്ള ജോലി, പുരുഷന്മാർക്ക് എന്തൊക്കെയാണ് കഴിവുകൾ അവർ പ്രകടിപ്പിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ജോലി എന്ന സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. നമ്മൾ ആഴത്തിൽ അതിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു MSW ബിരുദധാരി കൂടിയാണ്. ഒരു പക്ഷേ ഒരു ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ഇത്തരത്തിൽ പല ജനകീയ വിഷയങ്ങളിലും ഇടപെട്ടൊക്കെയാണ്. ഇപ്പോൾ മുഴുവൻ സമയം ഒരു ആംബുലൻസ് ഡ്രൈവറായി ഒരു ആശുപത്രിയുടെ ചുമതലകൾ ഏറ്റെടുത്ത് ഇത്തരത്തിൽ മാത്രമാണോ ജോലികൾ, അതോ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കൊക്കെ സമയം കിട്ടാറുണ്ട്? ആ മേഖലകളിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പാലിയേറ്റീവ് പ്രവർത്തനം മാത്രമല്ല, ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലറായിട്ടും കൂടി ജോലി ചെയ്യുന്നു, ഒരു ട്രെയിനറും കൂടിയായിട്ട് ജോലി ചെയ്യുന്നു. സംഘങ്ങൾക്കുള്ള പരിശീലനങ്ങൾ, കുട്ടികൾക്കുള്ള പരിശീലനങ്ങൾ, മെമ്മറി ടെക്നിക്സ്, വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ, ട്രെയിനിങ് നടത്തുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണ മേഖലകളിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തോടൊപ്പം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ സെറ്റ് ചെയ്യുക, അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള യൂണിറ്റുകൾ സെറ്റ് ചെയ്യുക, ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടാക്കുക, അത് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള പഠനങ്ങൾ നടത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏത് സമയത്തും ആംബുലൻസ് ഓടിക്കാൻ ഞങ്ങൾ 24 മണിക്കൂർ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളുടെ ടീമിൽ 12ഓളം ആൾക്കാരുണ്ട്, അതിൽ സ്ത്രീ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഞങ്ങൾ അറിയിക്കും പുറത്ത് പോകുന്നുണ്ടെന്നുള്ള. അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ഉണ്ടാവും. ഏത് സമയവും 24 മണിക്കൂറും ഞങ്ങൾ അവിടെ സന്നദ്ധരാണ്. അപ്പം അതിൻ്റെ കൂടെ ഈ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നു. കൂടാതെ കിടപ്പ് രോഗികളെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട്. ഞാൻ മാസത്തിൽ ഒരു ദിവസം കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അവരെ വീടുകളിൽ പോയി സന്ദർശിക്കുക, ടീമിൻ്റെ കൂടെ പോയി സന്ദർശിക്കുക. അതുകൂടാതെയാണ് ആംബുലൻസിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അപ്പം തീർച്ചയായും ഒരു 6 വർഷം മുൻപ് ഇത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവർ എന്നൊരു ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് 12 പേര് ഒരു ടീമിലുണ്ടായിരുന്നു. അന്ന് ഏക വനിതയായിരുന്നു. അതിനിതുവരെ മാറ്റം വന്നിട്ടില്ല. ഒറ്റൊരാൾ മാത്രമേ ഇപ്പോഴും ഈ നിങ്ങളുടെ ഒരു ടീമിലുള്ളൂ അല്ലേ? പുതിയൊരാൾ കൂടി ഇതുവരെ വന്നിട്ടില്ല? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇത്തരത്തിൽ പരിചയമുള്ള ആളുകളുണ്ടോ അവിടെ? കാരണം ഇങ്ങനെ ഒരു ജോലി ഏറ്റെടുക്കാൻ, അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ആംബുലൻസ് പോകുന്നത് കാണുന്നത് തന്നെ പേടിയുള്ള ആളുകളാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾ, സുഹൃത്തുക്കളായ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവർക്കൊന്നും ഇങ്ങനെ ഒരു ധൈര്യം നൽകിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടെങ്കിലും വരാൻ ഇതുവരെ തയ്യാറായില്ല എന്നാണ്? കൂടുതൽ സ്ത്രീകളും ഇപ്പം ഇപ്പോൾ ഞങ്ങളുടെ ടീമിൽ കൂടുതൽ ആളുകളുണ്ട്. തുടക്കത്തിൽ ഞങ്ങൾക്ക് അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു സന്നദ്ധ പ്രവർത്തനവുമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ടീമിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും, എനിക്കിത് ഓടിക്കണം. ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ, സ്ത്രീകളും പെൺകുട്ടികളും വന്ന് സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പറയും, അത് ഒരു അഭിമാനകരമായ ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ കാണുന്നു. അവരിത് കണ്ടിട്ട് അവർക്കും ഇതിലേക്ക് വരണം, ഇതിനെന്താ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ പേര് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഏത് സ്ഥലത്ത് ചെന്നാലും ചാനലുകൾ വഴി കിട്ടിയ
പ്രചരണം, സ്ത്രീകളും ഈ രംഗത്തിലേക്ക് വരുന്നുണ്ട് എന്നൊരു പ്രചരണം കുറേ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. അവർ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പറയും, ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങൾ പെൺകുട്ടികളെ കാണിച്ചു, ആൺകുട്ടികളെ കാണിച്ചു, അപ്പോൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ, സ്ത്രീകൾ എന്ന് പറയാറുണ്ട്. അതൊരു മോട്ടിവേഷനാണ്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരും എന്നുള്ള ഉറപ്പാണ്. ഒപ്പം സ്ത്രീകളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. നമ്മൾ പറയുന്നത് മാറ്റം ആരംഭിക്കേണ്ടത് ഉള്ളിൽ നിന്നാണ്. അപ്പം മാറ്റം ആരംഭിക്കേണ്ടത് ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മനോഭാവത്തിൽ മാറ്റം വരേണ്ടത്. എനിക്കും കഴിയും, ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, കഴിവുകളുണ്ട്. ആ കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കണം. കേവലം വീടിൻ്റെ ഒരു ചുമരിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നമ്മൾ സാധാരണ സ്ത്രീകളെ പ്രായോഗിക ആവശ്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തും. വീടും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലികൾക്ക് വേണ്ടി മാത്രമാണ് സ്ത്രീകൾ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളിൽ കൂടി, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കൂടി, സ്വയം സഹായ സംഘങ്ങളിൽ കൂടി ധാരാളം സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അനന്തമായ സാധ്യതകളാണ് സ്ത്രീകൾക്ക് മുന്നിലുള്ളത്. ആ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി എനിക്ക് എങ്ങനെ എൻ്റെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ പറ്റും, സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സമൂഹത്തിന് വേണ്ടി എൻ്റെ ലക്ഷ്യം എന്താണ്, അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങളോട് നീതി പുലർത്തുക. കേവലം ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ ശാക്തീകരണം ആവുന്നില്ല. മറിച്ച് ആ സ്ഥാനത്തോട് നീതി പുലർത്തണം. ഇപ്പോൾ ഉദാഹരണം ഒരു ക്ലബിൻ്റെ ഒരു പ്രസിഡൻ്റ് ആവുന്നു, അല്ലെങ്കിൽ സ്വയം സഹായ സംഘത്തിൻ്റെ പ്രസിഡൻ്റ്, സെക്രട്ടറി ആവുന്നു. ആ എന്തൊക്കെ ഉത്തരവാദിത്വമാണ് ആ സ്ത്രീക്കുള്ളത്, അതൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോഴാണ് അവളുടെ കഴിവുകൾ മെച്ചപ്പെടുകയും ഒരു സമൂഹ ജീവി എന്ന നിലയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ അത് സ്ത്രീകൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായും നമ്മുടെ പരിമിതികളെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായും സ്ത്രീകളുടെ മുന്നേറ്റത്തിനും ഒക്കെയായി. പക്ഷേ ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന സീറ്റിലേക്ക് ഇരിക്കാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എത്ര പേർക്ക് ഇനിയും ധൈര്യമുണ്ടാവുമെന്ന് നമുക്കറിയില്ല. വളരെ റിസ്ക് നിറഞ്ഞ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആളുകൾ കടന്നു വരാത്തതും. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് ജീവനുകൾ രക്ഷിക്കാനായി യാത്രകൾ നടത്തുന്ന ആളാണ്. ആ മേഖലയിൽ ഇനിയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായും ക്ലീൻ ഇന്ത്യ സന്ദേശം മുൻനിർത്തിയും ഇന്ത്യയിൽ ആകമാനം യാത്ര ചെയ്യുകയാണ് സംഗീത ശ്രീധർ. കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സംഗീത ഇതിനോടകം 45,000 കിലോമീറ്ററുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്നാണ് സംഗീത ശ്രീധർ തന്റെ യാത്ര ആരംഭിച്ചത്. 291 നഗരങ്ങൾ സന്ദർശിച്ച് 44,500 കിലോമീറ്ററിലധികം പിന്നിട്ടാണ് സംഗീത കൊച്ചിയിലെത്തിയത്. സ്ത്രീകളുടെ ഉന്നമനം, ഒപ്പം വൃത്തിയുള്ള ശൗചാലയം തുടങ്ങിയ സന്ദേശങ്ങൾ മുൻനിർത്തിയാണ് സംഗീതയുടെ യാത്ര. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംഗീത കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് പിങ്ക് പെട്രോളിംഗ് നടത്തുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. ട്രാവൽ ചെയ്യുന്ന ഒറ്റയ്ക്ക് പോകുന്ന ലേഡീസ്ക്ക് എന്താണ് ഫെസിലിറ്റീസ്, മെയിൻ സ്റ്റേറ്റ് ഹൈവേസ്, പിന്നെ ഈ ഗസ്റ്റിൻ്റെ പരിപാടി എന്താ, സോ വാട്ട് ഈസ് ദ വെൽക്കം ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ കാണാൻ വേണ്ടി ഒരു വലിയ ലൈൻ ഇട്ട് ഞാൻ നമ്മുടെ നാട് ദേശാഭിമാനിയൊക്കെ ചെയ്ത് 310 സിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ സംഗീതയുടെ ഊണും ഉറക്കവും വിശ്രമവുമെല്ലാം യാത്രയ്ക്കായി തയ്യാറാക്കിയ വാഹനത്തിൽ തന്നെയാണ്. ഒമാൻ സർക്കാരിന്റെ ഇ ഗവേണൻസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു സംഗീത. കൊച്ചി. ഇതോടെ 24 സ്ത്രീ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് റൗണ്ടപ്പുമായി അനുജേത്. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.